ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും അധികം സ്നേഹിക്കുന്ന സുനിലച്ചൻ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മദ്ബായിലെ ശുശ്രൂഷകരെ, ഒരിക്കൽ കൂടി നമുക്ക് ഒത്തൊരുമിച്ച് ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും ആ വലിയ വെള്ളിയാഴ്ചയുടെ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാനും, അല്ലെങ്കിൽ നല്ല വെള്ളിയാഴ്ചയുടെ അല്ലെങ്കിൽ വലിയ വെള്ളിയാഴ്ചയുടെ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാനും ഇടയായത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഓരോ കുടിവരവും തിരുനാമ മഹത്വത്തിനും നമ്മുടെ ഓരോരുത്തരുടെയും അനുഗ്രഹത്തിനും ഐശ്വര്യത്തിനുമായി തീരുവാനിടയാണ്. നമ്മൾ ഓരോരുത്തരും വലിയ നോയമ്പിന് നമ്മൾ ഈ ഈസ്റ്ററിന് മുമ്പായിട്ട് 40 ദിവസം 50 ദിവസം നോയമ്പ് നോക്കുന്നുണ്ട്. നമ്മൾ ആ തീർത്ഥയാത്രയുടെ പരിസമാപ്തിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ തീർത്ഥയാത്ര എന്ന് പറയുമ്പോൾ വിനോദയാത്രയുമുണ്ട്, തീർത്ഥയാത്രയുമുണ്ട്. വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ വാഹനങ്ങളുടെ സൈഡിൽ നിന്നുകൊണ്ട് ഈ സൈഡിലെ കാഴ്ചകൾ കണ്ട് സൈറ്റ് സീയിങ് കൊണ്ട് ആനന്ദിച്ചു പോകുമ്പോൾ നമ്മുടെ വിനോദയാത്ര തീർത്ഥയാത്ര എന്ന് പറയുമ്പോൾ ഹൃദയത്തിലേക്ക് ഉള്ളിലേക്ക് കടന്നു ചെന്ന് ഹൃദയത്തിന്റെ ഉൾത്തടങ്ങളിൽ ചെന്ന് ക്രിസ്തുവിനെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് പുതിയൊരു രൂപാന്തരം എത്തുന്ന പുതിയൊരു മനുഷ്യനായിട്ടാണ് നമ്മൾ തീരേണ്ടത്. അതാണ് യഥാർത്ഥമായ തീർത്ഥയാത്ര. നമ്മൾ ഈ ഓരോ ദിവസം കഴിയുന്നതോറും അഗ്നിയിൽ സ്ഫുടം ചെയ്ത് നമ്മെ തന്നെ പുതുക്കപ്പെട്ട് പുതിയ മനുഷ്യനായി തീർന്നു ഹൃദയത്തിന്റെ എല്ലാ ഇരുളറയിൽ നിന്നും വെളിച്ചത്തിന്റെ പ്രകാശം അല്ലെങ്കിൽ പ്രകാശം പരത്തുന്ന വ്യക്തികളായി തീരുവാൻ ഇടയാകണം. കർത്താവ് ക്രൂശിൽ കടന്നുകൊണ്ട് 7 തിരുമൊഴികൾ അവിടുന്ന് മൊഴിയുണ്ടായി. പലപ്പോഴും ദീർഘമായ ശുശ്രൂഷയ്ക്കിടയിൽ കാർമ്മികനും സഹകാർമ്മികർക്കും ജനങ്ങൾക്കും അല്പം വിശ്രമവും ഒപ്പം ധ്യാനവുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ തിരുമൊഴിയായ പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള ആ ക്ഷമയുടെ അനുഭവത്തെ പറ്റി ചിന്തിക്കുവാനാണ് നിങ്ങളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നത്. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് തന്റെ ശിരസിൽ മുൾക്കിരീടം ധരിച്ച് 2 കരങ്ങളും ആണികൾ അടിക്കപ്പെട്ട് കാലിൽ ആണികൾ അടിക്കപ്പെട്ട് കുന്തം കൊണ്ട് കുത്തി ശരീരത്തിന്റെ അതിപീഡനം അനുഭവിക്കുമ്പോൾ അതിന്റെ വേദനയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ അവിടെ കിടന്നുകൊണ്ടാണ് കർത്താവ് ഈ തിരുമൊഴികൾ മൊഴിയുക. 2000 വർഷത്തിനപ്പുറമായിട്ട് സഹസ്രാബ്ദങ്ങളായിട്ട് ഇതിനെപ്പറ്റി ഞാനും നിങ്ങളും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി വരുന്ന തലമുറയിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ആശയങ്ങൾ 7 തിരുമൊഴികൾ ഒരെണ്ണമേ ഇവിടെ പറയുന്നുള്ളൂ എങ്കിലും ഓരോ മൊഴികളുടെയും അർത്ഥവ്യാപ്തി എന്ന് പറയുന്നത് പാരാവാരം പരപ്പ് പോലെ അതിവിസ്തൃതവും ഗിരിശൃംഗം പോലെ ഉന്നതവും സമുദ്രത്തിന്റെ ആഴത്തോളവും അതിന് അടിത്തട്ടോളവും ആഴമുണ്ട്. ഓരോ ക്രൂശിന്റെയും ഓരോന്നും അത്ര വ്യാപ്തിയുള്ളതാണ്. പ്രിയപ്പെട്ട എല്ലാവരെയും കാൽവറിയിലെ ഗോൽഗോഥായിലെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിവേണി സംഗമമാണ് അവിടെ സംബന്ധിച്ചത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിച്ച് സംഗമിക്കുന്ന ത്രിവേണി സംഗമമാണ്. ഒരു കാലഘട്ടത്തിൽ പരാജയത്തിന്റെയും നിന്ദയുടെയുമായിരുന്നു ക്രൂശെങ്കിൽ കർത്താവിന്റെ ക്രൂശ് മരണത്തോടുകൂടി അത് വിശുദ്ധിയുടെയും അനുഗ്രഹത്തിന്റെയും മാർഗമായി മാറുകയാണ്. ഇന്ന് വിജയത്തിന്റെ അടയാളമായി മാറിയിരിക്കുകയാണ് കുരിശ്. വേദന നിറഞ്ഞതാണ്, ശാശ്വത പ്രത്യാശ നിറഞ്ഞതാണ്. കർത്താവിന്റെ ക്രൂശ് മരണത്തോടുകൂടി അറപ്പിന്റെയും നിന്ദയുടെയും പരിഹാസത്തിന്റെയും ചിഹ്നമായിരുന്ന കുരിശ് വിലയേറിയ വിശുദ്ധ വസ്തുവായി മാറിയിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സഹനത്തിന്റെ മാർഗമാണ് കുരിശ്. കുരിശിലേക്ക് വളരുക എന്ന് പറയുന്നത് ക്രിസ്തുവിലേക്ക് വളരുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് കുരിശിലേക്ക് യാന്ത്രികമായി വളർന്നുകൊണ്ട് ക്രിസ്തുവിനെ നാം മറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ സത്യമാണ്.
കർത്താവിന്റെ സഹനം വഹിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ ക്രിസ്തു, കർത്താവിന്റെ സഹനം വഹിക്കുന്ന ഓരോ മനുഷ്യരിലും ക്രിസ്തു ഉണ്ട്. ക്രൂശിന്റെ സന്ദേശം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. 2000 വർഷങ്ങൾക്കപ്പുറമായിട്ട് ക്രൂശിലെ വചനങ്ങൾ അനേകം വേദശാസ്ത്രജ്ഞന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ഇതിന്റെ അർത്ഥഗാംഭീര്യം മനസ്സിലാക്കി അവരതിന്റെ വറ്റാത്ത നീരുറവയിൽ നിന്ന് നിരന്തരം പാനം ചെയ്യുകയും ഇനിയും വരും തലമുറകളിൽ അത് പാനം ചെയ്യുവാൻ ഇരിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ അർത്ഥവ്യാപ്തി അനേക ഹൃദയങ്ങളിലേക്ക് ഒരു തണ്ണീർ പ്രവാഹം പോലെ അനുഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള ആ വലിയ സന്ദേശം. ക്ഷമയ്ക്ക് വേണ്ടിയായിരുന്നു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം. തെറ്റ് ചെയ്ത മനുഷ്യന് ആവശ്യം ക്ഷമയാണ്. ദൈവം മനുഷ്യനോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ക്രൂശിൽ കയറി മനുഷ്യന്റെ അടിയേൽക്കുന്ന സംഭവമാണ് ഇവിടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. ദൈവം മനുഷ്യനോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനുഷ്യനെ അറിയിക്കുവാൻ ക്രിസ്തു ക്രൂശിൽ കയറി മനുഷ്യന്റെ അടിയേൽക്കുന്ന സംഭവമാണ്. തന്റെ ശരീരം അതികഠിനമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ വൈരാഗ്യത്തിന്റെ തീജ്വാലയല്ല, തന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ കുളിരാണ് ഉത്ഭവിച്ചത്. അത്രയും അതിപീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ, നിങ്ങളും ഞാനുമായിരിക്കുമ്പോ എന്താണ് നമ്മുടെയൊക്കെ അവസ്ഥ? അവിടെയും ഈ വൈരാഗ്യത്തിന്റെ ഒരു ഇതുമില്ലാതെ ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സാണ് അവിടെ ഉണ്ടായത്. ഗെത്സമനാം തോട്ടത്തിൽ വെച്ച് കർത്താവ് ബന്ധിതനായപ്പോൾ മുതൽ അതികഠിനമായ പീഡനങ്ങൾ അനുഭവിച്ചു. മഹാപുരോഹിതന്റെ ദാസന്റെ വെട്ടേറ്റ കാത് കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തി. പത്രോസിനോട് വാള് ഉറയിലിടുവാൻ പറയുന്നു. സമ്പൂർണ്ണ സഹനത്തിന്റെ മാർഗമാണ് ഇവിടെ കർത്താവ് സ്വീകരിച്ചത്. സമ്പൂർണ്ണ സഹനത്തിന്റെ മാർഗം. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അതിനെ നേരിടുവാനുള്ള ആത്മീയമായ ശക്തി ലഭിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം. ഈ സഹനത്തിന്റെ മാർഗം കേരളത്തിലെ ഒരു വിശുദ്ധിയാണ് അൽഫോൻസാമ്മ. അൽഫോൻസാമ്മ എന്നും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് സഹനം തരണമേ എന്നുള്ളതാണ്. സഹനത്തിന്റെ മറ്റൊരു നാമമാണ് മദർ തെരേസ. മദർ തെരേസയുടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളും ഞാനും കേട്ടിട്ടുണ്ട്. മദർ തെരേസ ഒരിക്കല് കൽക്കട്ടയിലെ തെരുവോണങ്ങളിലെ ഈ ശുശ്രൂഷ തെരുവോണങ്ങളിലെ ഈ അനാഥരെയും ആനന്ദരെയും ഒക്കെ ശുശ്രൂഷിക്കുമ്പോ മത തീവ്രവാദികൾ ചെന്നുകൊണ്ട് അവിടെ ചെന്ന് പറഞ്ഞു, മദർ തെരേസ മതപരിവർത്തനം നടത്തുന്നു എന്ന്. കൽക്കട്ടയിലെ പോലീസ് കമ്മീഷൻ അവിടെ ചെന്നിട്ട് ഇത് തീർച്ചയായും അങ്ങനെ മതപരിവർത്തനം നടത്തുവാണെങ്കിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന സംഘടനയെ ഞാൻ നിർത്തലാക്കാം. അദ്ദേഹം അവിടെ ചെന്ന് കഴിയുമ്പോൾ കാണുന്നത് നിരാലംബരായിട്ടുള്ള മരണാസന്നരായിട്ടുള്ള രോഗികളെ ശുശ്രൂഷിക്കുകയും അവരെ സമാധാനത്തോടും അഴിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് വാത്സല്യത്തോടും സ്നേഹത്തോടും കരുതലോടും കൂടി ചെയ്യുന്ന ഒരു ഭാഗമാണ് കണ്ടത്. അവരേത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുവാനാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം കണ്ട മറ്റൊരു കാഴ്ച, മലമൂത്ര വിസർജനങ്ങളൊക്കെ ഇന്നത്തെ പോലെ മാറ്റുവാനുള്ള സംവിധാനങ്ങൾ ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ അതൊക്കെ സ്വന്തം കരങ്ങളിൽ കൊണ്ട് എടുക്കുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ അദ്ദേഹം നോക്കുന്ന സമയത്ത് കണ്ടു, പലരും ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം, ഛർദ്ദിക്കുവാൻ വേണ്ടി ഒരു മനുഷ്യൻ ഛർദ്ദിക്കുവാൻ വേണ്ടി ചെന്നപ്പോ കിഡ്നി കിട്ടാതെ വന്നപ്പോ സ്വന്തം കൈകൾ കുമ്പിള് പോലെ കുത്തി ആ കിഡ്നി ആ പറയുന്ന ഛർദ്ദിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് കഴുകിയിട്ട് ഈ ശുശ്രൂഷ ചെയ്തു. ഈ സഹനത്തിന്റെ മാർഗമാണ്. പുറത്ത് വലിയ വിപ്ലവം നടന്ന സമയത്ത് അദ്ദേഹം അവിടെ ചെന്ന് ചോദിച്ചു, പറഞ്ഞു, മതപരിവർത്തനമല്ല മനപരിവർത്തനമാണ് നടത്തുന്നത്. നിങ്ങളുടെ ഭാര്യയോ മക്കളോ അമ്മയോ ആർക്കെങ്കിലും ഈ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ഈ പ്രസ്ഥാനം ഇവിടെ അടച്ചുപൂട്ടാം. പ്രിയപ്പെട്ടവരെ, സമ്പൂർണമായ സഹനത്തിന്റെ ധീരമായ മാതൃകയാണ് കർത്താവ് അവിടെ മദർ തെരേസ അവിടെ കാണിച്ചത്. നമുക്കറിയാം, കാൽവറിയിലെ ഗോൽഗൊത്തായിൽ ക്രൂശിൽ മരണപ്പെട്ട് വളരെയധികം പീഡിപ്പിക്കപ്പെട്ടു. ശരീര മുൾക്കിരീടവും വഹിച്ചുകൊണ്ട് അതിവേദനയിൽ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പിതാവിനോട് നടത്തുന്ന അഭയയാചനയാണ് ആദ്യത്തെ തിരുമൊഴി. തന്റെ ക്ലേശം അവസാനിപ്പിക്കാനല്ല പറഞ്ഞത്, ഞാനും നിങ്ങളുമാണെങ്കിൽ രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്തത്.
കർത്താവിന് വേണമെങ്കിൽ പലിച്ച ലാസറിനെ ഉയർപ്പിക്കാൻ സാധിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇതിൽ നിന്ന് മാറുവാൻ തീർച്ചയായിട്ടും സാധ്യമാകുന്നു. നിങ്ങൾക്കും എനിക്കും വേണ്ടി പാപമോചനത്തിന് വേണ്ടിയുള്ള യഥാർത്ഥമായ ക്രൂശാരോഹണമായിരുന്നു. അവിടെ നിന്ന് തന്റെ ക്ലേശം അവസാനിപ്പിക്കുന്നവനല്ല, തന്നെ ആക്രമിക്കുന്നവരോട് ദയ കാട്ടണമേ എന്നുള്ളതാണ് ആദ്യത്തെ തിരുമൊഴി. ശത്രുക്കളോട് ക്ഷമിക്കുവാനാണ് അവൻ ആദ്യമേ ക്രൂശിൽ കിടന്നുകൊണ്ട് അപേക്ഷിച്ചത്. ശത്രുക്കളോട് ക്ഷമിക്കുവാനാണ് ക്രൂശിൽ കിടന്നുകൊണ്ട്. ഗ്രഹാംശയെയും 2 കുഞ്ഞുങ്ങളെയും ചുട്ടെരിഞ്ഞുകൊണ്ട ഈ പറയുന്ന ഒറീസായിലെ മതതീവ്രവാദികൾ ചുട്ടെരിഞ്ഞുകൊണ്ട സംഭവം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഭർത്താവിന്റെയും 2 മക്കളുടെയും മുമ്പിൽ നിന്നുകൊണ്ട് ഗ്ലാഡിയസ് ഗ്രഹാംശയും ജനപ്രസംഗം നടത്തി. ഒരു പിതാവെന്ന ഒരു മാതാവെന്നുള്ളതിലും ഒരു ഭാര്യ എന്നുള്ളതിലും വേദനയും വിഷമവും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും എന്റെ ഭർത്താവിനെയും 2 കുഞ്ഞുങ്ങളെയും ഒന്നവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നുവെന്നും ഞാൻ ഇത് കണ്ട് ഇങ്ങനെ ഒരു അക്രമം ചെയ്തുകൊണ്ട് ഭയപ്പെട്ട് തിരികെ പോകത്തില്ലെന്നും പറഞ്ഞ് ഒരു ചരമപ്രസംഗം അവന് 3 പേരുടെ മൃതശരീരത്തിൽ നിന്നുകൊണ്ട് ശത്രുവിനെ സേവിച്ച് പ്രസംഗിക്കുവാൻ ഒരു സ്ത്രീക്ക്, ഒരു ക്രൈസ്തവ മിഷണറിക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ശത്രുക്കളെ സ്നേഹിക്കുവാനുള്ള ക്രിസ്തുവിന്റെ ഉപദേശം അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ സാമൂഹ്യ സദാചാര ചിന്തകളെ തകിടം മറിക്കുന്നതായിരുന്നു. ശത്രുക്കളെ സ്നേഹിക്കുവാനുള്ള കർത്താവിന്റെ ചിന്ത എല്ലാ സാമൂഹ്യ ചിന്തകളെ തകിടം മറിക്കുന്നതായിരുന്നു. ചെവിക്ക് പകരം ചെവിയും പല്ലിന് പകരം പല്ലും എന്നുള്ള ആ ഒരു നിയമങ്ങൾ നിലനിന്ന കാലത്തിൽ കർത്താവ് ക്രൂശിൽ ഒരു പുതിയ നിയമ സംഹിത അവതരിപ്പിച്ചു. മനുഷ്യ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ആ ചിന്ത ഇറങ്ങിച്ചെന്നു. രാഷ്ട്ര നിയമങ്ങൾക്കും അപ്പുറമായുള്ള ചിന്തയാണ് അവൻ ക്രൂശിൽ വെളിപ്പെടുത്തിയത്. ഇന്ന് നമുക്കറിയാം, ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം 3 വർഷം കഴിഞ്ഞു. വിശുദ്ധ നാട്ടിൽ അക്രമങ്ങൾ അല്ലെങ്കിൽ യുദ്ധം നടന്നുകൊണ്ടായിരിക്കുകയാണ്. മണിപ്പൂരിലെ കലാപം നമുക്കറിയാം. 2 കുക്കി മെയ്തരി വിഭാഗം എന്ന് പറയുന്ന 2 വിഭാഗങ്ങൾ തമ്മിൽ വളരെയധികം 2 വിഭാഗങ്ങൾ തമ്മിലുള്ള അക്രമമാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് തോറ്റു കൊടുക്കുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ, ആർക്കെങ്കിലും ഒരാൾക്ക് ക്ഷമിക്കുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും അവിടെ ആ സ്നേഹമാണ് ആ നിയമത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ കാര്യം. ആരെങ്കിലും ക്ഷമിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് ആ സ്നേഹത്തിന്റെ അവസ്ഥയിലേക്ക് പോയി ഈ യുദ്ധങ്ങൾ കൊണ്ട് ഒരു നേട്ടവും ഒരിടത്തും സംഭവിച്ചിട്ടില്ല. സ്നേഹം ഇന്ന് നമ്മുടെ തലമുറയിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്നേഹം ഒരു ഭൂതകാല സ്മരണയായി വരും തലമുറകളിൽ, സ്കൂൾ തലങ്ങളിൽ, കോളേജ് തലങ്ങളിൽ ഒരു ഐച്ഛിക വിഷയമായി പഠിക്കേണ്ടി വരുമോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് ആവർത്തിച്ച് എപ്പോഴും പറയുന്നതാണ്, അവർക്ക് സ്വാർത്ഥത എന്ന മാരകമായ വിഷം കുത്തിയൊന്നതാണ് MDMA-ക്കാട്ടിലും ഏറ്റവും വലിയ അപകടം. ഇന്ന് പണം ഉത്പാദിപ്പിക്കുന്ന ഒരു റോബോട്ടായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുവാനാണ് എല്ലാവർക്കും ആഗ്രഹം. അതുകൊണ്ട് നമ്മൾ അവരെ ജീവിതത്തിൽ തോൽക്കുവാനും അവർക്ക് ക്ഷമിക്കുവാനും സഹിക്കുവാനുള്ള ഒരു മനസ്സ് അവർക്ക് ഒരുക്കി കൊടുക്കണം. ആ തോൽവിയില്ല എങ്കിൽ, ചില കാര്യങ്ങളിലൊക്കെ തോൽവി വിട്ടുവീഴ്ചയൊന്നും ഇല്ല എങ്കിൽ ജീവിതത്തിൽ പലപ്പോഴും പരാജയത്തിന്റെ എന്തെങ്കിലും പരാജയങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അതിനെ നേരിടുവാനുള്ള കരുത്ത് അവർക്ക് നഷ്ടപ്പെടുകയാണ്. എബ്രഹാം ലിങ്കൻ തന്റെ മകന്റെ അധ്യാപികയെ എഴുതിയ കത്ത് നിങ്ങൾക്കൊക്കെ കേട്ടിട്ടുണ്ട്, സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്റെ മകനെ ജയിക്കുവാൻ മാത്രമല്ല തോക്കുവാൻ കൂടി പഠിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വികാരങ്ങളുടെ പരിണിത ഫലങ്ങളാണ് സമൂഹത്തിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളും സംഘടനകളും എന്നുള്ളത്. ഈ ദേശത്തിന് സംഘർഷം ഉണ്ടായാൽ എന്റെ ഹൃദയത്തിൽ ഉത്പാദിപ്പിക്കുന്ന ചില വികാരങ്ങളുടെ പരിണിത ഫലങ്ങളാണ്. ഞാനത് സൗമ്യതയോടും പക്വതയോടും പാകതയോടും കൂടെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ അതൊരു വലിയ സംഘർഷമായി മാറുന്നു. നമ്മുടെ ഹൃദയത്തിൽ ഉത്ഭവിക്കുന്ന ന്യൂനമർദ്ദങ്ങളും ഹൃദയത്തിൽ ഉത്ഭവിക്കുന്ന ചില വികാരങ്ങളും കടല് പോലെയാണ് മനുഷ്യന്റെ മനസ്സ്. അത് പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കും. ചില സമയത്ത് ശാന്തതയോടുകൂടി ആ പ്രക്ഷുബ്ധമായ കടലിനെ നമ്മൾ ശാന്തമാക്കുന്നത് പോലെ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് അതിനെ നമ്മൾ ശാന്തമായിട്ട് ജീവിതത്തിൽ ഏതെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നേരിടുവാനുള്ള ഇച്ഛാശക്തി നമുക്ക് പ്രാർത്ഥനയിലും നോയമ്പിലൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കർത്താവിൽ പഠിപ്പിച്ച ക്ഷമയുടെയും സ്നേഹത്തിന്റെയും അനുഭവം
തലമുറകളായിട്ട് കേട്ടിട്ടും എന്തേ നിങ്ങളും ഞാനും ഇന്ന് അതിൽ നിന്ന് രൂപാന്തരപ്പെടാത്തത്? അച്ഛന്റെയും കൂടെ ഒരു സുഹൃത്തായ എന്റെ ഒരു സ്നേഹിതൻ ഇപ്പോൾ കേരള കൗൺസിൽ ഓഫ് ജസ്റ്റിസിന്റെ ജനറൽ സെക്രട്ടറി പ്രകാശ് മർത്തോമാ സഭയുടെ അൽമായ ട്രസ്റ്റിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ദേവാലയം, അദ്ദേഹം അൽമായ ട്രസ്റ്റിയായിരിക്കുന്ന ആലയത്തിൽ ഒരു ദേവാലയത്തിന്റെ കല്ലറയുമായിട്ടുള്ള പ്രശ്നത്തിന് കമ്മീഷനായി പോയപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. ഒരു വ്യക്തി ഇടവകയോടും ഭദ്രാസനത്തോടും യുദ്ധം ചെയ്തു. അദ്ദേഹത്തിന്റെ കല്ലറയ്ക്ക് ശകലം വീതി കുറവാണ്. മാർത്തോമാ മെത്രാപ്പൊലീത്തയാണ് ആ ഭദ്രാസനത്തിന്റെ ചുമതല. മാർത്തോമാ മെത്രാപ്പൊലീത്ത പറഞ്ഞിട്ട് പോലും ഒരു വിട്ടുവീഴ്ച പോലും അദ്ദേഹം നടത്തിയില്ല. ഇടവകയോട് യുദ്ധം ചെയ്തു, ഭദ്രാസനത്തോട് യുദ്ധം ചെയ്തു. ലോകത്തിൽ ഒരു മനുഷ്യനും, സമ്പന്നനായ ഒരു മനുഷ്യനാണ്, കല്ലറയ്ക്ക് ലേശം വീതി കുറവാണ്. ശകലം വിട്ടുവീഴ്ച നടത്തിയാൽ ആ ദേവാലയത്തിന്റെ പ്രശ്നമില്ല. ദീർഘകാലത്തെ ചർച്ചകളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടും ആ യുദ്ധം ആ ദേവാലയത്തിൽ നിലനിന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, കാലങ്ങൾ പോയി. മഹാമാരിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ചെറിയ അസുഖമൊക്കെ വന്നു. ഒരു മനുഷ്യനും ചെന്നില്ല. പോലീസുകാർ കൊണ്ടുവന്നു ആശുപത്രിയിൽ കൊണ്ടാക്കി. തിരികെ മരിച്ചു മൃതശരീരമായിട്ട് ഈ ദേവാലയത്തിന്റെ ഒരു കോടി കൊണ്ടുവന്ന് കത്തിച്ച് ചാമ്പലായിട്ട് ഒരു അല്പം ഭസ്മം മാത്രമാണ് അദ്ദേഹത്തിന്റെ കല്ലറയിൽ വെച്ചത്. ആ കല്ലറയ്ക്ക് വേണ്ടി യുദ്ധം പ്രഖ്യാപിച്ച മനുഷ്യൻ, പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ നിന്ന് അല്പം സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ, അല്പം ത്യാഗമനോഭാവം ഉണ്ടായിരുന്നുവെങ്കിൽ, അല്പം ക്ഷമയുണ്ടായിരുന്നുവെങ്കിൽ ഈ കല്ലറയ്ക്ക് വിഷയമില്ലായിരുന്നു. അദ്ദേഹത്തിന് എത്രയോ വർഷങ്ങളായ യുദ്ധം, ഒരു പിടി മണ്ണ് മാത്രം, അവിടെ ഒരു പിടി ചാരം മാത്രമാണ് അദ്ദേഹത്തിന് ലഭ്യമായത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾക്കും ഇതൊരു സന്ദേശമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറണം. ക്രൂര സ്വഭാവത്താൽ ബന്ധിതരായ ശത്രുക്കൾക്ക് യഥാർത്ഥമായ വിടുതൽ നൽകണമേ എന്നുള്ളതാണ് കർത്താവിന്റെ പ്രാർത്ഥന. ക്രൂരബന്ധിതരായിട്ടുള്ള നിങ്ങളും ഞാനും ഇന്ന് ഹൃദയത്തിൽ ക്രൂരതയുമായി നിൽക്കുന്നവരാണ്. സുകുമാരടിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മനുഷ്യനെല്ലാം കാടുകൾ വെട്ടി നശിപ്പിച്ച് കാടുകളിൽ വളരുന്ന ഉഗ്രവിഷമുള്ള പാമ്പുകളും ഘോരമൃഗങ്ങളും നിങ്ങളുടെയും എന്റെയും ഹൃദയങ്ങളിൽ വസിക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ മൃഗീയ സ്വഭാവവും ഘോരമൃഗങ്ങളോട് മൃഗീയ സ്വഭാവവും ഒക്കെ തുടങ്ങുന്നത്. അതുകൊണ്ട് മൃഗീയ സ്വഭാവങ്ങളും താഴത്ത സ്വഭാവങ്ങളും മൃഗീയ സ്വഭാവങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. നിങ്ങളും ഞാനും നമ്മുടെ ഹൃദയത്തിലെ എല്ലാ കൊടുങ്കാടുകളും ഉഗ്രവിഷമുള്ള എല്ലാ ജീവികളെയും കുറച്ച് നീക്കിയിട്ട് നമ്മുടെ ഒരു പുതുക്കപ്പെട്ട മനുഷ്യനായിട്ട് രൂപാന്തരം നടവാൻ കർത്താവിന്റെ ഈ ക്ഷമയുടെ മാർഗം നിങ്ങൾക്കും എനിക്കും ഒരു സന്ദേശമാകണം. ക്രൂശിൽ കിടക്കുന്നത് കർത്താവിന്റെ യുഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ളത് കർത്താവിന്റെ രണ്ടാമത്തെ പർവ്വത പ്രസംഗം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ക്രൂശിൽ കിടന്നുകൊണ്ടല്ല, മലമേൽ നിന്നുകൊണ്ട് അവിടെ തടിച്ചുകൂടിയ ജനതകളോട് ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് കർത്താവ് അവിടെ തടിച്ചുകൂടിയ ജനതയോട് പറഞ്ഞുവെങ്കിൽ, ജീവിതത്തിന്റെ അഗ്നിപരീക്ഷണങ്ങളിൽ നടന്നിരുന്ന കാലഘട്ടത്തിൽ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് താൻ പറഞ്ഞ കാര്യം സ്വന്തം ജീവിതത്തിൽ അഗ്നിപരീക്ഷണം നടന്ന സമയത്ത് അത് പ്രാവർത്തികമാക്കുകയായിരുന്നു. അന്ന് പറഞ്ഞ കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ശത്രുക്കളെ സ്നേഹിക്കുവാൻ താൻ എല്ലാവർക്കും വേണ്ടി അവിടെ അദ്ദേഹത്തിനെ പീഡിപ്പിച്ച മുഴുവൻ ജനതകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തന്റെ അടുക്കൽ വരുന്നവരെ, പ്രതികാര ചിന്തയോട് വന്നവരെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിച്ചു. നിങ്ങൾക്കും എനിക്കും മറ്റുള്ളവരെ എങ്ങനെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും? ഓരോന്നും പ്രാർത്ഥനയും കഴിയുമ്പോൾ നിങ്ങളുടെയും എന്റെ മനസ്സിനും എന്തെങ്കിലും ചലനം സംഭവിച്ചിട്ടുണ്ടോ ചിന്തിക്കേണ്ടതാണ്. അവന്റെ അടിപ്പണലുകളാൽ നാം സൗഖ്യം പ്രാപിക്കുന്നു. അങ്ങനെ ഒരു ബോധ്യം നിങ്ങൾക്കും എനിക്കും ഉണ്ടാകണം. ക്രിസ്തുവിലുള്ള ഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ ക്ഷമിക്കുവാനും സഹിക്കുവാനും സാധിക്കും. ക്രിസ്തുവിലുള്ള ഭാവം ഉണ്ടെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ ഈ ക്ഷമയും സ്നേഹവും സഹനവും ഒക്കെ ഉണ്ടാകും. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള ശക്തി ബലവും ഒക്കെ ലഭ്യമാകണമെങ്കിൽ നമ്മെക്കാട്ടിൽ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നുവാൻ ക്രിസ്തുവിന്റെ ഭാവം നമ്മളിലുണ്ടെങ്കിൽ മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും അവൻ നമ്മളെക്കാട്ടിൽ ശ്രേഷ്ഠരെന്നുമാണ്. ഞാനും നിങ്ങളുമായിരിക്കുന്ന വ്യക്തികൾ
ഓരോരുത്തരും മറ്റുള്ളവൻ നമ്മളെക്കാട്ടും മിടുക്കനാണെന്നുള്ള ബോധ്യം, ഞാനാണ് എല്ലാവരും, ഞാനും നിങ്ങളും ഒക്കെ ചിന്തിച്ചാൽ മൂഢസ്വർഗത്തിലാണ് നമ്മൾ ഓരോരുത്തരും. ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളും കാര്യങ്ങളുമുണ്ട്. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനുമുള്ള ആ ഒരു മനോഭാവം, ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങളിലും എന്നിലും ഉണ്ടാകണം. ക്രിസ്തു പാപികളായ മനുഷ്യർക്ക് വേണ്ടി മഹാപുരോഹിത പ്രാർത്ഥന നടത്തി. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന എന്ന് പറയുന്നത് വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥനയായിരിക്കണം. അരക്കിട്ടുറപ്പിച്ച വിശ്വാസമായിരിക്കണം പ്രാർത്ഥനയ്ക്ക്. അബ്രഹാമിന്റെ വിശ്വാസം നമുക്കറിയാം. വാർദ്ധക്യത്തിൽ ലഭിച്ച മകനെ ബലിയർപ്പിക്കുവാൻ വേണ്ടി ദൈവം പറഞ്ഞപ്പോ മടി കൂടാതെ പോയപ്പോൾ തന്റെ കുഞ്ഞു അപ്പനോട് ചോദിക്കുന്നു, വിറകും തീയുമുണ്ട്, ബലിയർപ്പിക്കാനുള്ള ആട്ടിൻകുട്ടിയുടെ ദൈവം കരുതിക്കോളുമെന്നുള്ള ആ ഒരു വലിയ വിശ്വാസം നിങ്ങൾക്കും എനിക്കുണ്ടാകണം. ഞാൻ കേട്ടിട്ടുള്ള യഥാർത്ഥമായ ഒരു വാർത്തയാണ്. ഒരു സ്ത്രീക്ക് തന്റെ മകന് മാരകമായ ലുക്കീമിയ അല്ലെങ്കിൽ അർബുദ രോഗം ബാധിച്ചു. നിരന്തരമായി യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് വിശ്വാസപരമായിട്ട് അവരൊരു വിധവയായ സ്ത്രീയാണ്. അവർക്ക് യാതൊരു സ്വാധീനങ്ങളോ സാമ്പത്തികമായ യാതൊരു സംഭവങ്ങളും ഇല്ലായിരിക്കുന്ന കാലഘട്ടത്തിൽ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് തന്റെ മകനെ സൗഖ്യം പ്രാപിക്കാൻ. തന്നെയുമല്ല, വിശ്വപ്രസിദ്ധനായ ഒരു ഓങ്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്യാൻസർ രോഗ വിദഗ്ധനെ കണ്ടാൽ തന്റെ മകന് സൗഖ്യം പ്രാപിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അതവിടെ നിൽക്കട്ടെ, ഒരു പ്രശസ്തനായ മനുഷ്യന് ഒരു അവാർഡ് ദാന ചടങ്ങിന് പോകുവാൻ ചെന്ന് എയർപോർട്ടിൽ ചെന്നപ്പോൾ വിമാനങ്ങളെല്ലാം റദ്ദായിരിക്കും, പ്രതികൂല കാലാവസ്ഥ ഉണ്ട്. എന്നാൽ അവിടെ നിന്ന് ടാക്സി വിളിച്ച് പോകുമ്പോൾ വീണ്ടും കാലാവസ്ഥ പ്രതികൂലമാകുന്നു. യാത്ര ചെയ്യാൻ സാധിക്കാതെ വന്ന് യാത്ര ചെയ്യാൻ ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ ചിലപ്പോൾ അങ്ങ് കുടിൽ കണ്ടു. അവരാ കുടിലിൽ ചെന്ന് ആ സ്ത്രീ ഇവരെ കണ്ടു. ആ സ്ത്രീ അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു. ചൂടുവെള്ളം കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിരീശ്വരവാദിയായ മനുഷ്യൻ ആ പ്രാർത്ഥനയിൽ സംബന്ധിച്ചില്ല. അദ്ദേഹം മാറി നിന്നു. പ്രാർത്ഥന കഴിഞ്ഞ് ആ സ്ത്രീ പറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അന്നേരം പറഞ്ഞു, എന്റെ മകന് മാരകമായ ഇന്ന അസുഖമാണ്, അത് ചികിത്സിക്കുവാൻ എനിക്ക് സാമ്പത്തിക സൗകര്യങ്ങളോ മറ്റു സ്വാധീനങ്ങളോ ഒന്നുമില്ല. പക്ഷേ പ്രശസ്തനായ ഓങ്കോളജിസ്റ്റ് എന്ന് പറയുന്ന ഡോക്ടർ പേര് പറയുന്നുണ്ട്, അദ്ദേഹം ആണ് ചികിത്സിച്ചാൽ എന്റെ കുഞ്ഞിന് പരിപൂർണ്ണ സൗഖ്യം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയായിരുന്നു. ഈ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ വിശ്വപ്രസിദ്ധനായ ഡോക്ടറായിരുന്നു വഴിതെറ്റി പ്രതികൂല കാലാവസ്ഥയിൽ കൂടി കടങ്ങിത്തിരിഞ്ഞ് അവർ സ്ത്രീയുടെ ഭവനത്തിലെത്തിയത്. ഇതാണ് വിശ്വാസത്തോടുള്ള പ്രാർത്ഥന. നിങ്ങൾക്കും എനിക്കും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ആവശ്യം. കുമാരനോട് പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം പറഞ്ഞു, തിരക്ക് പിടിച്ചനായ ഒരു സമ്പന്നനായ ഒരു മനുഷ്യൻ, ഒരു വ്യാപാരി പറഞ്ഞു, ഈശ്വര, തിരക്ക് പിടിച്ചവനായ ഞാൻ, അവിടുന്ന് എന്നെ കാത്തുകൊള്ളണമേ. നിങ്ങളുടെയും എന്റെയും പ്രാർത്ഥനകൾ പലപ്പോഴും മറ്റുള്ളവരെ അച്ഛനെ കാണുമ്പോൾ ഏൽപ്പിക്കുന്നു, ഓരോരുത്തരെയും കാണുമ്പോൾ ഏൽപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടാ? എനിക്കെന്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടാ? സഹജീവികൾക്കും മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ നിങ്ങൾക്കും എനിക്കും സാധ്യമാകുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ നമുക്ക് എന്താണ് തടസ്സം? ഈ അന്തരീക്ഷത്തിൽ ശ്രുതിമധുരമായ ഗാനങ്ങൾ അലയിരിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് റേഡിയോ ട്യൂൺ ചെയ്താൽ മതിയായിരുന്നു. ഇന്ന് നെറ്റ്വർക്കിന്റെ കംപ്ലൈന്റ് ആണ്. ഇന്ന് നെറ്റ്വർക്ക് ചെയ്ത് ഈശ്വരനുമായി സംവേദിക്കുവാനുള്ള സംവിധാനങ്ങൾ നമ്മൾ സ്വയം ഉണ്ടാക്കണം. അതിന് മനസ്സിന്റെ ക്രൂര സ്വഭാവങ്ങളെല്ലാം മാറ്റി മനുഷ്യത്വ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുവാനൊരു മനസ്സ്, സഹിക്കുവാനൊരു മനസ്സ്. ഇന്നത്തെ നമ്മുടെയൊക്കെ പ്രശ്നം നിങ്ങളിൽ പെട്ടെന്ന് സ്ഫോടനാത്മകമായി പ്രതികരിക്കുകയും മൗനിയായിട്ട് ജീവിക്കുവാൻ അല്പം മൗനത്തോടും അല്പം വിട്ടുവീഴ്ചയോടും ത്യാഗ മനോഭാവത്തോടും പ്രശ്നങ്ങളെ ചെയ്യുവാൻ പ്രവർത്തിക്കാൻ നമുക്ക് സാധ്യമല്ല. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് വയലൻസിന്റെ കാലഘട്ടമാണ്. സൈലൻസ് ആർക്കും വേണ്ട. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഷെയറിങ്ങും കെയറിങ്ങും ഒക്കെ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ് ഷെയറിങ്? വൈകുന്നേരങ്ങളിലെ ഷെയറിങ് മാത്രമേ ഇന്ന് കേമമായി നടക്കുന്നുള്ളൂ. കുടുംബങ്ങളിൽ ഷെയറിംഗ് ഇല്ല, വിഭവങ്ങളെ ഷെയറിംഗ് ഇല്ല, വൈകുന്നേരങ്ങളിലെ ഷെയറിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. എന്താണ് ആ ഷെയറിംഗ് എന്ന് നിങ്ങൾക്കറിയാം. സഹജീവികളെ സ്നേഹിക്കുവാൻ, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, നമുക്ക് ക്ഷമിക്കുവാനും സഹിക്കുവാനും പ്രാർത്ഥിക്കുന്നതോടൊപ്പം നല്ല സുഹൃത്തുക്കളെ നമുക്ക് ലഭ്യമാകണം.
നമുക്ക് നല്ല സുഹൃത്തുക്കളെ, ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ ചേർത്ത് പിടിക്കുന്നവനാണ് സുഹൃത്ത്. സമ്പത്തും സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ഉള്ളപ്പോ കൂടെ നിൽക്കുന്നവനല്ല സുഹൃത്ത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഈ നോയമ്പിന്റെ ദുഃഖ വെള്ളിയാഴ്ച അനുഭവത്തിൽ എത്ര ദുഃഖ വെള്ളിയാഴ്ച നോക്കിയാലും, എത്ര നോയമ്പ് നോക്കിയാലും, എത്ര പ്രാർത്ഥന നടത്തിയാലും, ജാഗരണ പ്രാർത്ഥന നടത്തിയാലും മനസ്സിന് രൂപാന്തരമില്ലെങ്കിൽ, ശരീരത്തിന് എത്ര വലുപ്പമുണ്ടെങ്കിലും മനസ്സിന് രൂപാന്തരം ഉണ്ടാകണം. ശക്തമായി ആവർത്തിച്ച് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ശരീരത്തിന്റെ ആരോഗ്യമല്ല മനസ്സിന്റെ ആരോഗ്യമാണ്. ഏത് പ്രതികൂലങ്ങളെയും നേരിടുവാനുള്ള കരുത്ത് ഇന്ന് നമുക്കുണ്ടാകണം. അങ്ങനെ വരുമ്പോഴാണ് ജീവിതത്തിൽ ജീവിതമാകുന്ന ലഹരിക്ക് പകരം മറ്റു ലഹരികൾക്ക് പിന്നാലെ പോകുന്നത്. അതുകൊണ്ട് നമ്മള് നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒരു ലഹരിയുടെയും പിന്നിൽ പോകാതെ നമുക്ക് നേർവഴിക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഓരോ വ്യക്തികളും ജീവിതത്തിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ എത്ര കണ്ട് ഓടുന്നുണ്ട്. നമ്മൾ ഈ നോയമ്പ് പ്രാർത്ഥനയും നടത്തുമ്പോൾ രൂപാന്തരം എന്ന മനുഷ്യത്വമുള്ള മനുഷ്യനായി, സഹജീവികളെ സ്നേഹിക്കുന്ന മനുഷ്യനായി തീരുവാൻ ഇടയാകണം. പ്രിയപ്പെട്ടവരെ, ജീവിതമാകുന്ന ഓട്ടം പൂർത്തിയാകുമ്പോൾ നേടിയതെല്ലാം ഈ മണ്ണിൽ ഉപേക്ഷിച്ച്, മണ്ണിൽ എന്ന് പറയുമ്പോൾ സെമിത്തേരിയിൽ ഉപേക്ഷിച്ച് എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും അത് സെമിത്തേരിയിൽ ഉപേക്ഷിച്ച് പോകുന്നവരാണ് മനുഷ്യൻ എന്നുള്ള ബോധ്യം നമുക്ക് ഓരോ നിമിഷവും ആവശ്യമാണ്. മനുഷ്യായുസ് പുല്ലുപോലെയാണ്. പ്രഭാതത്തിൽ വിരിഞ്ഞ് പ്രദോഷത്തിൽ വാടിക്കഴിയുന്ന പുല്ലുപോലാണ്. പ്രിയപ്പെട്ടവരെ, ഹൃദയമെന്ന് പ്രകാശിച്ചാൽ, ഹൃദയത്തിൽ ഒരു ചെറിയ പ്രകാശ സ്പാർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങളും മാറി ഹൃദയമെന്ന് പ്രകാശിച്ചാൽ നമ്മുടെയൊക്കെ പലപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറും. നന്മയുടെ വറ്റാത്ത ഉറവുകളായിരിക്കണം. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഈ പറഞ്ഞ വേനൽക്കാലത്ത് പല കിണറുകളും വറ്റി വരണ്ടിരിക്കുകയാണ്. നിങ്ങളുടെയും എന്റെയും മനസ്സ് സ്നേഹത്തിന്റെയോ മറ്റൊന്നുമില്ലാതെ വരണ്ട മനസ്സുകളായി മാറിയിരിക്കുകയാണ്. അവരുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ ജലസേചനം നടത്തി ഫലഭൂയിഷ്ഠമായ വ്യക്തിത്വങ്ങളായി മാറണം. വറ്റാത്ത, നമുക്കറിയാം, നല്ല നീർച്ചാലുള്ള, നല്ല ഉറവക്കണ്ണിയുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരിയാൽ എത്ര കോരിയാലും വരത്തില്ല. നമ്മളിൽ നിന്ന് വറ്റാത്ത നന്മയുടെയും സ്നേഹത്തിന്റെയും വറ്റാത്ത നീരുറവ നമ്മളിൽ നിന്ന് പ്രവഹിക്കുകയും മറ്റുള്ളവർക്ക് പ്രയോജനമാകും. ഇന്ന് ഒസ്താദ്സിമിന് പറയുന്നത് പോലെ അവനവനിസത്തിന്റെ കാലഘട്ടമാണ്. പണ്ട് എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നുള്ളത് ഇന്ന് കാലം മാറി. ഇന്ന് അവനവനെ തന്നെ സ്നേഹിക്കുവാൻ നേരമില്ലാതെ കഴിയുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു രൂപാന്തരം ഉണ്ടാകണം. നമ്മുടെ ഉള്ളിലെ നമ്മൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ നമുക്ക് സാധിക്കണം. ജ്യോതിസുകളെ പോലെ വേണ്ട, ഒരു മിന്നാമിനിങ്ങിന് നറുങ്ങുവട്ടം വെളിച്ചം സമൂഹത്തിനും കുടുംബത്തിനും ദേശത്തിനും കൊടുത്താൽ തീർച്ചയായും അത് നമുക്ക് അനുഗ്രഹമായി തീരും. തിന്മയുടെ കൂരുകൾ പടരുന്ന ഈ ലോകത്തിൽ പാപിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവാകുന്ന നിത്യപ്രകാശം നമ്മളിൽ ചൊരിയുമാറാകട്ടെ. ഞാൻ ദീർഘിപ്പിക്കാതെ നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒറ്റ കാര്യം മാത്രമാണ് പറഞ്ഞത്. ക്ഷമയുടെ അനുഭവം. ഇന്നത്തെ കാലഘട്ടത്തിൽ ക്ഷമിക്കുവാനൊരു മനസ്സ്, സഹിക്കുവാനൊരു മനസ്സ് നിങ്ങൾക്കും എനിക്കും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്ഷമിക്കുവാനുള്ള മനസ്സ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മനസ്സിനെ കരുത്താർജിക്കുന്ന മനസ്സാക്കി തീർക്കുവാൻ, നല്ല മനസ്സിന്റെ ഉടമകളാക്കി തീർക്കുവാൻ, അതിനുവേണ്ടി നോമ്പും പ്രാർത്ഥനയും, നോമ്പാകുന്ന ഗുരുവിൽ നിന്ന് നമുക്ക് വളരെയധികം സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. യഥാർത്ഥമായ നോമ്പും പ്രാർത്ഥനയും നടത്തുമ്പോൾ നമ്മൾ യഥാർത്ഥമായ ക്ഷമിക്കുവാൻ, സഹിക്കുവാനുള്ള ഒരു മനസ്സ്, അല്ലാതെ ആവർത്തിച്ച് പറയുന്നു, എത്രയെല്ലാം നോമ്പ് നോക്കിയാലും, എത്ര ഭക്ഷണം കഴിക്കാതിരുന്നാലും, ഏതെല്ലാം കാര്യം നിന്നാലും ഹൃദയത്തിൽ നിന്ന് നന്മയുടെ നീർച്ചാലുകൾ, സ്നേഹത്തിന്റെ നീർച്ചാലുകൾ നമ്മളിൽ നിന്ന് പ്രവഹിക്കുന്നില്ല എങ്കിൽ അർത്ഥമൊന്നുമില്ല. നമുക്ക് ഈ പുരുഷനായ കർത്താവിന്റെ ആ പീഡാനുഭവത്തിന്റെ ആ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ്, തോറ്റുകൊടുക്കാനുള്ള മനസ്സ്, തോൽവി നമുക്ക് പലപ്പോഴും ആവശ്യമാണ്. തോറ്റുകൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ക്രിസ്തു പഠിപ്പിച്ച സന്ദേശവും അതുതന്നെയാണ്. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് മലമേലിനോട് ശത്രുക്കളോട് സ്നേഹിക്കുവാൻ പറഞ്ഞിട്ട് ഏറ്റവും വേദനയുടെ പരമകോടിയിൽ നിന്നുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് നിങ്ങൾക്കും എനിക്കും വേണ്ടിയാണ്. മുമ്പേ പറഞ്ഞത് ആവർത്തിക്കുന്നു, മനുഷ്യനായ ലാസറിനെ ഉയർപ്പിക്കാൻ സാധ്യമെങ്കിൽ എന്തുകൊണ്ട് കർത്താവിൽ നിന്നെല്ലാം മാറാമായിരുന്നു?
നിങ്ങൾക്കും എനിക്കും വേണ്ടി ക്ഷമിച്ചു. ആ രൂപാന്തരം നിങ്ങൾക്ക് ഉണ്ടാകണം. ക്ഷമയുടെയും സ്നേഹത്തിന്റെയും അനുഭവത്തിലായി തീരുവാൻ നമുക്ക് പരിശുദ്ധനായ കുര്യാക്കോസ്താരുടെ തിരുശേഷിപ്പുള്ള ഈ പരിശുദ്ധ ദേവാലയത്തിൽ നിന്നുകൊണ്ട് നമുക്കതിന് യജ്ഞിക്കാൻ, പ്രവർത്തിക്കാം. ഈ ദേവാലയം ദേശത്തിന് വിളങ്ങുന്ന അനുഗ്രഹിക്കപ്പെട്ട ദേവാലയമായിരിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകാം. ഈ അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ട അച്ഛനോടും പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം അറിയിക്കുന്നു. കേട്ടിരുന്ന എല്ലാവരോടുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. എല്ലാവർക്കും അല്പസമയം കൂടി ശാന്തമായിട്ട് അവിടെ ഇരിക്കാവുന്നതാണ്.